ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മോംസ് റൂട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇന്നലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മുടേത്. നമ്മുടെ വീടുകൾ എത്ര തന്നെ നീറ്റാക്കി കൊണ്ടുപോയാലും ഈ മാറാല കെട്ടുക, ചെതൽ വരിക, പിന്നെ ഉറുമ്പിൻ്റെ ശല്യം, അതുപോലെ തന്നെ നമുക്ക് ഉള്ളൊരു ശല്യമാണ് പല്ലിശല്യം അല്ലേ. അപ്പോൾ ഈ ഒരു പല്ലിശല്യം കുറക്കാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു രീതി ഇട്ടാം, എനിക്കിവിടെ പല്ലിശല്യം നല്ല ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നതും കാണിക്കുന്നതൊക്കെ ഇട്ടാൽ. എനിക്കിന്ന് അങ്ങനെ ഒരു ക്ലീനിങ്ങിൻ്റെ ദിവസമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. രാവിലെ പതിവ് പോലെ തന്നെ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കൽ തന്നെയാണല്ലോ നമ്മൾ ഫസ്റ്റത്തെ പരിപാടി അല്ലേ. രാവിലെ എണീറ്റിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂറൊക്കെ എന്തെങ്കിലും എൻ്റെതായുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് സമയം ചിലവഴിക്കലുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറൽ. മക്കൾക്ക് സ്കൂൾക്ക് ലഞ്ച് വേണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, പിന്നെ ഇന്ന് വേഗം ലഞ്ച് ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇന്ന് ക്ലീനിങ്ങിന് നിൽക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറേ ഒരു സമയം ആവശ്യമുണ്ടാവും. അപ്പോൾ എക്സ്ട്രാ പണികളുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി വെക്കലാണ് ഞാൻ ചെയ്യൽ. ഇന്നിങ്ങനെ ക്ലീനിങ്ങിന് നിൽക്കണം എന്ന് കരുതുകൊണ്ട് തന്നെ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉരുളൻകിഴങ്ങാണ്, മോനക്ക് ലഞ്ച് ബോക്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ജീരകവും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൗഡറും ഉപ്പിട്ട് കൊടുത്തിട്ട് ആദ്യം ആ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത്, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കിഴങ്ങ് ഇട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കിഴങ്ങാണ്. അതിങ്ങനെ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക, അങ്ങനെ മുരിച്ചെടുക്കുക. ഒരു അരക്കഷ്ണം വലിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ മുരിപ്പിച്ചെടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ചോറുക്കും കുട്ടികൾക്ക് ദോശയൊക്കെ ആണെങ്കിലൊക്കെ അവ ഇങ്ങനെ കഴിക്കലുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുക്കിംഗ് ഫാസ്റ്റായിട്ട് വേഗം വേഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേഗം ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ. അപ്പോൾ ഇഡ്ഡലി മോനക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ അവനക്കൊരു ദോശ ചുട്ടെടുക്കാമെന്ന് കരുതി. അപ്പോൾ ദോശ ചുട്ടെടുത്താൽ മസാല ദോശ മാതിരി ആ കിഴങ്ങിൻ്റെ മസാലയും കൂടി കൂട്ടി കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഇത് ഇന്നലെ ഞാൻ മാവ് അരച്ചാണ് രാത്രിയിൽ. അപ്പോൾ അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെയാണ് മസാല ദോശ ആയാലും ദോശകളാണെങ്കിലും തട്ട് ദോശ ആണെങ്കിലും പിന്നെ ഇതും വെള്ളപ്പം ഇഡ്ഡലി ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നാളെ ദോശ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി പിടിക്കാം. അപ്പോൾ കുറച്ച് അരച്ച് വെക്കലുണ്ട്. പക്ഷേ ഇന്നൊക്കെയുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവനക്ക് ദോശ ഒന്ന് ചുട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ആ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഈ ഒരു മാവ് ശരിയാവണില്ല, എങ്ങനെ അരച്ച് വെച്ചാലും ശരിയാവണില്ല, അത് അരക്കണതിൻ്റെ കറക്റ്റ് അളവൊന്ന് പറഞ്ഞുതരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ എത്രയൊക്കെ എടുക്കുന്നത്, അളവും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നതും അരച്ച് വെക്കുന്നതും മാവ് പൊങ്ങി വരുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരായിരിക്കും. ഇന്നലെ അരച്ചപ്പോൾ ഞാൻ മറന്നുപോയിട്ടാ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ സാധാരണ ഇങ്ങനെ ഇറക്കണതല്ലേ, അപ്പോൾ അത് മറന്നത്. ഇൻഷാ അല്ലാഹ് ഇനി വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം. ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി ഞാൻ സാമ്പാർ വെക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് പരിപ്പ് ഞാൻ കഴുകിയിട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ബാക്കിയൊക്കെ റെഡി ആയിരുന്നു. തക്കാളി ഞാൻ ചിലപ്പോൾ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കലാണ്. ഇനി പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ഉപ്പും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് പെട്ടെന്ന് ഉണ്ടാക്കണം എൻ്റെ ഒരു സാമ്പാറാട്ട. മിക്സ് ചെയ്ത് കണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാവിലെ നല്ല തിരക്കായിരിക്കും അല്ലേ. ഈ ഒരു തിരക്കിൻ്റെ സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, ഇതുപോലെ നമ്മളെന്തെങ്കിലും കട്ട് ചെയ്യുമ്പോൾ ഒരു നിൽക്കണ ഒരു സമയത്ത് തന്നെ എല്ലാതും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആ സമയം നമുക്കത് ലാഭിക്കാൻ വേണ്ടി പറ്റും. അതല്ല ഓരോന്നിൻ്റെ കൂടെ നമ്മളിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സമയം കുറേ പോണ പോലെ എനിക്ക് തോന്നും. ഞാൻ ആദ്യം ചെയ്തിരുന്നത് എന്താണെന്നറിയോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് പോയിട്ട് അടിച്ചോരും തുടക്കും, അത് കഴിഞ്ഞതിന് ശേഷം ലഞ്ച് ഉണ്ടാക്കും, അല്ലെങ്കിൽ അടുപ്പിൽ നമ്മൾ ചോറൊക്കെ ഇട്ടതിന് ശേഷം പോയി അടിച്ചോരാനും തുടക്കാനൊക്കെ നിൽക്കും. പക്ഷെ അതിനെക്കാട്ടൊക്കെ നമുക്ക് ഈസി എന്താണെന്നറിയോ, നമ്മൾ അടുപ്പിൽ ചോറിട്ടതിന് ശേഷം അടുപ്പ് ആദ്യം കത്തിക്കുക, എന്നിട്ട് ചോറിടുക, അതിന് ശേഷം കറികളൊക്കെ വേഗം വേഗം ഉണ്ടാക്കുക. ഇനി അടുപ്പത്താണെന്നുണ്ടെങ്കിലും ആ ചോറ് വേകുമ്പോഴത്തേന് കറികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പമായിരിക്കും. ഇനി ഇഡ്ഡലിക്കുള്ളൊരു ചട്നി ഉണ്ടല്ലോ, ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി
അരച്ചും കൊണ്ട് ഉണ്ടാക്കുന്നത്. നമ്മളെ കടകളിലൊക്കെ കിട്ടണ എപ്പോഴും ഉണ്ടാക്കലുണ്ട് അതാണ് ഇനി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പിട്ട് കണ്ട് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് കടുക് താളിച്ചാൽ മതി. ഈ ഒരു ഉള്ളിച്ചമ്മന്തി നല്ല ടേസ്റ്റാണ്. ദോശയ്ക്ക് ഇത് മാത്രം മതി, ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. ഈ തട്ട് ദോശയും ഈ ഒരു ചട്നിയും നല്ല ടേസ്റ്റാണ്. സാമ്പാറൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ആദ്യം കടുക് പൊട്ടിച്ചിട്ട് ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് ഇതിൽ കൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ചട്ടി തന്നെ നമ്മളെ ചട്നിയും തക്കാളി ചട്നിയും കൂടി, തക്കാളിയും അതിലെടുത്തിട്ടുള്ള ഞാൻ ഒരു തക്കാളിയും ഒരു വലിയ ഉള്ളിയും ഒരു പച്ചമുളകും ഒരു 1/4 സ്പൂണ് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ഇട്ടാം, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് കണ്ട് ഉണ്ടാക്കി കഴിക്കാൻ. ഇപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നും അങ്ങനെ മാവ് അരച്ച് വെച്ചിട്ട് രാവിലെ അങ്ങോട്ട് പൊങ്ങി വരുന്ന കാണുമ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഭയങ്കര സന്തോഷമാണല്ലേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും പെട്ടെന്ന് എന്നുള്ളൊരു തോന്നലുണ്ട്. ചില സമയത്ത് അത് ശരിയാവാത്തവരുണ്ട്, അപ്പോൾ ആകെ ടെൻഷൻ പിടിക്കൂല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവലില്ല. മിക്കവാറും മാവ് അരച്ച് വെച്ചാൽ നന്നായി പൊങ്ങി വരവുണ്ട്. അങ്ങനെ ഞാനിതാ ഇഡ്ഡലിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടിലൊന്ന് നനച്ചുകൊണ്ടാണ് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കൽ. അപ്പോൾ വേഗം കിട്ടും. ഞാൻ അങ്ങനെ ഓയിലാക്കലില്ല കേട്ടോ ഇഡ്ഡലി തട്ടിൽ. ഇനിയിപ്പോൾ മക്കളൊക്കെ പറഞ്ഞയച്ചിട്ട് നമ്മളെ ഡ്യൂട്ടികൾ വേഗം വേഗം ചെയ്യണം. എന്നിട്ട് വേണം നമ്മളെ ക്ലീനിങ്ങിനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ചെയ്യുന്ന പണികൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നല്ലപോലെ നമ്മൾ ചെയ്യണം കേട്ടോ. അതിന് സമയം നമ്മൾ കണ്ടെത്തണം. ഇത്ര സമയമുണ്ട് എനിക്കിത് ചെയ്യാനെന്നുണ്ട് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഓരോ ക്ലീനിങ്ങിനും നമ്മൾ നിൽക്കാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ വാരി വലിച്ചിട്ട് നമ്മൾ ഒരു പണി എടുക്കരുത്. നമ്മളൊരു ചിട്ടയോടുകൂടി ഓരോ സാധനങ്ങളും ക്ലീൻ ചെയ്തിട്ട് അത് അവിടേക്ക് തന്നെ വെച്ചതിന് ശേഷം അടുത്തടുത്ത് ക്ലീൻ ചെയ്യാം. എനിക്കെപ്പോഴും ക്ലീനിങ്ങിൻ്റെ ഒരു രീതി അതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ടയേർഡാവില്ല. നമുക്കൊരു എന്താ പറയുക, അത് കാണുമ്പോഴൊരു ബോറടിയും അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും വരില്ല. ഇനിയിപ്പോൾ മീൻ വെച്ചിട്ടൊരു വറ്റിക്കൽ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ കറി ഓവറില്ലാതെ അങ്ങനത്തെ ഒരു രീതിയിലിട്ടാൽ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഉലുവ പൊട്ടിച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട്, വലിയ ഉള്ളി ഇട്ട് കറിവേപ്പിലിട്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത്, ഇനി ഉപ്പിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മീൻ കറി വെക്കണ പോലെ തന്നെ, പക്ഷേ ഓവറായിട്ട് വെള്ളം മാതിരി ഉണ്ടാവില്ല, അതങ്ങനെ വറ്റിച്ചെടുത്ത മാതിരി ആയിരിക്കും. അങ്ങനെ ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മീൻ കിട്ടിയിട്ടുള്ളത് ഇതാട്ടാ. എന്താ പറയുക, ഇതിനെന്താ നിങ്ങളെ നാട്ടിൽ പറയുക, ഇവിടെ വേളൂരി എന്ന് പറയും. അത് നമ്മൾ വെത്തലിൻ്റെ അതേപോലെയുള്ള വെത്തലും ഉണ്ട് കേട്ടോ, മിക്സാണ്. വേളൂരിയും വെത്തലും കൂടി മിക്സാണ്. അപ്പോൾ അത് ഇന്നലെ രാത്രിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നേരം ഉണ്ടാവില്ല നമുക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഫ്രിഡ്ജിൽ അങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അലിയാനും പിന്നെ അത് വേളൂരിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളയാനൊക്കെ കുറച്ച് ടൈം എടുക്കും, അങ്ങനെ അലിഞ്ഞ് വരാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇന്നലെ കൊടുക്കുന്ന ഉടനെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നുണ്ടാക്കുന്നത് പയറുപ്പേരിയാണ്, ചെറുപയറിൻ്റെ ഉപ്പേരിയും. ഇപ്പോൾ അങ്ങനെ കൂടുതൽ വേറൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അങ്ങനെ ചെറുപയറുപ്പേരി ഇതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ച് ഉണക്കമുളക് ഇട്ട് അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ പിന്നെ ഇടയ്ക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ തേങ്ങ ഒക്കെ ചിരവിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യലുള്ളതാണ്, കഴിഞ്ഞിക്കണം. പിന്നെ നല്ല മടിയുള്ളൊരു പണിയാണ് തേങ്ങ ചിരവുക എന്നുള്ളത്. അപ്പോൾ പിന്നെ ചിരവാനൊന്നും നിൽക്കുന്നിട്ടില്ല, ഇങ്ങനെ മതി ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഒരു ചെറുപയറുപ്പേരി ഉണ്ടാക്കിയിട്ട് നമ്മളെ ലഞ്ച് ഉണ്ടാക്കലുണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഊറ്റി വെച്ച് പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിടും. 2-3 ദിവസമായിട്ട് നല്ല വെയിലാണല്ലേ പുറത്ത്. മഴക്കാലമാണെന്നുള്ളത് തോന്നുന്നേ ഇല്ല. ഇപ്രാവശ്യം മഴ കുറവാണെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ, പല്ലിനെ ഓടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഞാനീ പറഞ്ഞ രീതി തന്നെ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്കിതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്, തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പൂവാണ് കേട്ടോ. ഗ്രാമ്പൂ നമ്മൾ കുറച്ച് ഒരു 10-20 എണ്ണം വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. 15 20 ഒക്കെ എടുക്കാം നമുക്ക്, കാരണം അതിൻ്റെ ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലൊരു 2 കപ്പ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിടാം. ചെറുതായിട്ടൊന്ന് ആ തളൻ്റെ ഒരു നല്ല ചൂടുണ്ടല്ലോ അതൊന്ന് പോയതിൻ്റെ ശേഷം നമുക്കതിലേക്ക് 2 സാധനങ്ങൾ കൂടി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഉണ്ട് കേട്ടോ ചൂട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഡെറ്റോളാണ് വേണ്ടത്. ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് വിനിഗറുമാണ്. അപ്പോൾ
അപ്പോൾ നമ്മൾ എത്രയാണ് വെള്ളം എടുത്തിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഡെറ്റോളിൻ്റെ സ്മെല്ലും വിനിഗറിൻ്റെ സ്മെല്ലും സുർക്കയും കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കണക്കൊന്നുമില്ല, 2 കപ്പ് വെള്ളം, പിന്നെ അതിലേക്കൊരു ഒരു സ്പൂണോളം എന്താ പറയുക ഡെറ്റോള്, പിന്നെ ഒരു 3-4 സ്പൂണ് സുർക്കയും, അങ്ങനെ കണക്ക് വെക്കാം നമ്മൾ. അതും കൂടി ഒഴിച്ചിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഗ്രാമ്പൊന്നും ഇതിനെടുത്ത് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ വെള്ളം. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വരാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മരുന്നൊക്കെ ഒന്ന് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. പല്ലിശല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശല്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പല്ലിരിക്കണ ഒരു ഏരിയ ഉണ്ട് ഈ ഒരു സോഫൻ്റെ ബാക്കിൽ. അപ്പോൾ ഞാൻ വേറെ എവിടെയും പല്ലിനെ കാണില്ല. പല്ലികൾക്ക് ഹൈഡ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റിയ സ്ഥലം ഇതാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ടെങ്കിൽ വെളിച്ചമൊക്കെ കാണുമ്പോഴാണ് ഈ പല്ലികൾ കൂടുതൽ വരിക. അപ്പോൾ അവർ ഞാനിപ്പോൾ ഇത് കണ്ട സോഫ മാറ്റിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയാണ് കേട്ടോ. ഒരു 5-6 പല്ലി ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴെങ്കിലും സോഫ വലിക്കുമ്പോൾ ഇതിനെ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനായി തോന്നും. ഇപ്പോൾ ഞാനൊരു മാസത്തിൻ്റെ ഒരു 1-2 മാസമായി, 2 മാസത്തോളമായിട്ട് ഇപ്പോൾ ഈ സോഫ വലിച്ചിട്ടും ഇതുപോലെ അടിച്ചിട്ടും അതുകൊണ്ട് വീണ്ടും അവരുടെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് പല്ലിശല്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നെ അറിയുന്ന ഒരാളാണ് ഈ ഒരു ഇത് പറഞ്ഞു തന്നത്, ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ 2 മാസമൊക്കെ നമ്മൾ അടുപ്പിച്ചിട്ടൊരു സംഭവം അനക്കാതെ ഇതിങ്ങനെ പല്ലികളുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ തട്ടാദ്യം കൊട്ടാദ്യം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരവിടെ വന്ന് കൂടും. അങ്ങനെ അവർ അവിടെ വന്ന് കൂടിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ തട്ടുമ്പോൾ ഓടുന്നുണ്ട് കേട്ടോ, ചുമരുമ്പോൾ കൂടെ ഓടുന്ന കാണാനുണ്ട്. അപ്പോൾ പിന്നെ പുറത്തേക്ക് പോകട്ടോ. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് ദിവസത്തിന് ആ ശല്യം ഉണ്ടാവില്ല കേട്ടോ. 1 മാസത്തോളം അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊന്ന് ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ ഫുള്ള് തട്ടിക്കൊട്ടിയിട്ട് മാറാലിയും ഒക്കെ ഞാൻ തട്ടിയിട്ടുണ്ട്, പൊടികളൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇരിക്കുന്ന ഒരു ഏരിയ കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ല ഈ ഒരു ക്ലോക്കിൻ്റെ ബാക്കിൽ എന്താണെന്നറിയില്ല ഇവർക്ക് ഞാൻ പറഞ്ഞില്ല ഹൈഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണെന്നുണ്ട്. ഈ ക്ലോക്കിൻ്റെ ബാക്കും ഈ സോഫൻ്റെ ബാക്കും അവിടെയാണ്. അപ്പോൾ ചുമരൊക്കെ ആകെ വൃത്തികേടാക്കൂട്ടോ അവർ. അപ്പോൾ ഞാനൊക്കെ ഒന്ന് തട്ടി കൊട്ടി പിന്നെ ചുമരൊക്കെ തുടച്ച് ഫുള്ള് ക്ലീനാക്കിയിടും. അപ്പോൾ ചുമരൊക്കെ തുടക്കുമ്പോൾ നമ്മൾ ഈ ലേസോളാ അല്ലെങ്കിൽ ഡെറ്റോൾ തന്നെ എടുക്കും കേട്ടോ. ഡെറ്റോൾ എടുത്തിട്ട് തുടക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് അവർക്ക് കിട്ടുമ്പോൾ അങ്ങനെ അവർ പിന്നെ കുറേ ദിവസത്തിന് ആ ശല്യം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കുറച്ച് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശല്യം നമുക്ക് അങ്ങനെ പാടെ മാറ്റാൻ വേണ്ടി പറ്റും. ഞാൻ ഇതുപോലെ തന്നെ തട്ടിക്കൊട്ടലും ചുമര് തുടക്കലും സോഫ വലിക്കലും പിന്നെ സോഫ തുടക്കലൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മളൊരു ക്ലീനിങ് രീതികളാണ്. പക്ഷേ ഇങ്ങനത്തെ സൊല്യൂഷനോ കാര്യങ്ങളൊന്നും ഞാനൊന്നും ചെയ്യലൊന്നുമില്ല കേട്ടോ. അങ്ങനെ പല്ലികൾക്കായാലും കൂറകൾക്കായാലും പിന്നെ അങ്ങനെയുള്ളൊന്നും സൊല്യൂഷനൊന്നും ചെയ്യലില്ല. അപ്പോൾ ഇങ്ങനെ ക്ലീനിങ് ആണ് മെയിനായിട്ട്. 15 ദിവസം കൂടുമ്പോൾ ഒരു ക്ലീനിങ്, അല്ലെങ്കിൽ ആഴ്ചയിലൊരു ക്ലീനിങ്, അല്ലെങ്കിൽ മാസത്തിലൊരു ക്ലീനിങ് എന്നിങ്ങനെ ഓരോരോ ക്ലീനിങ്ങിനും ഓരോരോ രീതികളായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഞാൻ ചെയ്തെടുക്കലാണ്. പക്ഷേ ഇപ്പോൾ പല്ലിശല്യം കുറേ ആയിട്ട് കൂടുതലാണ്. അപ്പോൾ ആണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ പ്രയോഗിച്ച് നോക്കാമെന്ന് കരുതിയത്. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് കുറേ ദിവസത്തിനൊരു ഗ്യാപ്പ് കിട്ടിയിരുന്നുണ്ട്. പിന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനതങ്ങനെ മറന്നുപോയി, വിട്ടുപോയി. പിന്നെ എനിക്ക് സമയമില്ലാതായി. അങ്ങനെ 2 മാസത്തോളമായി ഇപ്പം നമ്മളെ സോഫ വലിച്ചിട്ട്. അപ്പോഴേക്കും അവർ വീണ്ടും വന്നു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് അടുപ്പിച്ചിട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഒരു ആഴ്ചയിൽ ഇതിപ്പോൾ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തട്ടി കൊട്ടിയിട്ടൊക്കെ തുടച്ചതിന് ശേഷം എവിടെയാണോ പല്ലിനെ കാണുന്നത് ആ ഭാഗത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കൊരു 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ എല്ലാവരും ഓരോ വീഡിയോയിൽ പറയണ പല്ലിനെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് പിന്നെ കാണൂല പല്ലിശല്യം, നമുക്ക് പാട ഒഴിവാക്കുക. അത് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ പാട ഒഴിവാക്കാൻ. അപ്പോൾ അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം, എന്നാലേ പാട ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. കുറേ നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് അവർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു പോകും. പക്ഷേ 1 പ്രാവശ്യം ചെയ്താലോ 2 പ്രാവശ്യം ചെയ്താലോ ഒന്നും ഫുള്ളായിട്ട് പോവില്ല. സോഫ വലിച്ചെടുക്കുമ്പോൾ ഞാൻ തന്നെ ബാക്കും എല്ലാ ഭാഗവും ഒന്ന് തട്ടി കൊടുക്കൂട്ടാ, പൊടികളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്ന് തുടക്കും ചെയ്യും ഞാൻ ഇത് ഡെറ്റോൾ വെച്ചിട്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. തട്ടിക്കൊട്ടാനെടുത്തപ്പോൾ കുറേ പല്ലികൾ ഓടിപ്പോയി. ഒരു പല്ലി അവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കുക, എവിടേക്കാണ് പോകേണ്ടതെന്ന് എഴുതിയിട്ടാ.
എനിക്കാച്ച ഈ പല്ലികളെ കാണുമ്പോൾ ഭയങ്കര എന്തോ മാതിരി തോന്നും. ബ്ലാക്ക് കളറിലും വൈറ്റിലൊക്കെ പല കളറും പല്ലികളാണ്. അപ്പോൾ അതിനിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ശ്രദ്ധിക്കാൻ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വീഡിയോയിൽ പറഞ്ഞ പോലും ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് റിസൾട്ട് കിട്ടില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ സൊല്യൂഷന് കാണിച്ചു തന്നതാണെന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് കിട്ടില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇത് ഒരു ഓൺലൈനായിട്ടൊരു മരുന്ന് വരുന്നുണ്ട് കേട്ടോ, പല്ലിക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വാങ്ങിയിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. ചിലരൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അത് നല്ലതാണെന്നുള്ളത്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യലിട്ടാ. ഇനിയിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് തട്ടാനും കൊട്ടാനും തുടക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ ഞാൻ ഈ സോഫ ഒന്ന് വലിച്ചിട്ട് ബാക്കിലൊക്കെ ഒന്നും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വലിക്കും. എന്നിട്ട് ഒന്നും കൂടി അടിച്ചുവിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കും. അപ്പോൾ ഇത് എനിക്ക് സോഫേൻ്റെ ബാക്കിലായ കാരണം കൊണ്ടാണ് ഇത് വലിക്കടി ഇത്ര ബുദ്ധിമുട്ട് വരട്ടെ. അല്ലാത്തവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ ആ ഒരു ഇവിടെ ഇങ്ങനെ ഒരു സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവരിങ്ങനെ ഒഴിഞ്ഞു പോയിക്കോളും. കുറേ ദിവസമായിട്ട് അവരുടെ സഹവാസം ഇവിടെ ആയ കാരണം കൊണ്ട് ചുമരൊക്കെ ആകെ വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലേസോളാക്കിയിട്ട് അല്ലെങ്കിൽ ഹാൻഡ് വാഷൊക്കെ ആക്കിയിട്ടാണ് തുടച്ചെടുക്കൽ. അപ്പോൾ വേഗം അങ്ങോട്ട് പോകട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവ അങ്ങനെ ഒട്ടിപ്പിടിച്ചാണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഹാൻഡ് വാഷാണ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് എല്ലാ ഭാഗവും ആദ്യം തുടച്ചെടുക്കും. പിന്നെ തുണി വീണ്ടും മുറുക്കി പിഴിഞ്ഞതിന് ശേഷം രണ്ടാം പേരും ഒന്നും കൂടി തുടച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഈ ജനലും ചുമരിൻ്റെ കൈ തട്ടണ ഭാഗങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയായിരിക്കും കേട്ടോ. പിന്നെ ചളിയും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഉറുമ്പ് ശല്യത്തിന് നമ്മൾ കൂറച്ചോക്ക വരച്ചു കൊടുക്കുമല്ലോ, അതേപോലെ തന്നെ പാറ്റകളും ഈ കൂറച്ചോക്ക വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്തൊടുങ്ങൂട്ട അങ്ങനെ പോവും. പക്ഷെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയകളിലൊന്നും ഈ കൂറച്ചോക്ക വരച്ചു കൊടുക്കരുത്. നമ്മൾ ഉറുമ്പിന് വരച്ചു കൊടുക്കണം, പക്ഷെ ഫുഡിൽ വീഴാതെ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ പാറ്റകൾക്ക് ഇതിൻ്റെ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ ചിലർ ഇങ്ങനെ തേച്ച് കൊടുക്കണതാണ് അവർ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഈ പാത്രങ്ങളിലാവണതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതും ഈ പല്ലികൾക്കും അതിൻ്റെ സ്മെല്ല് പറ്റില്ല തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണാത്ത നമ്മൾ ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള ഈ കൂറച്ചൊക്കെ വരച്ചു കൊടുക്കുക. അതൊക്കെ ചെയ്ത് നോക്കാം. നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവരെ ഓടിക്കണം. അപ്പോഴേ ഇവരങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോവുള്ളൂ. അങ്ങനെ ഞാൻ സോഫ ഇട്ടിരുന്ന സ്ഥലമൊക്കെ ചുമരും നിലമൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനത്തെ ജീവികളുടെ ശല്യങ്ങളൊക്കെ കുറേ പോകും. പിന്നെ എന്താ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചൂടൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അത് ഇതുപോലുള്ളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. നമ്മൾ വലിയ ഓവറായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ വരണയിൽ ചെയ്തിട്ട് ചെറുതായിട്ട് വരുന്ന രീതിയിലുള്ള സ്പ്രേ ബോട്ടിൽ ചെറുതിലാക്കി കൊടുക്കുക. എന്നിട്ട് ചുമരുമലൊക്കെ അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചുമരൊക്കെ കേടാവും കേട്ടോ. അപ്പോൾ ഓവറായിട്ട് വെള്ളം വീണ രീതിയിലുള്ള സ്പ്രേ ബോട്ടിൽ എടുക്കരുത്, ചെറിയ ഇതുള്ളത് എടുക്കുക. നമ്മളങ്ങനെ ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കില്ല, ആ രീതിയിലുള്ളത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ സ്മെല്ലൊക്കെ കുറേ നിൽക്കും. നമുക്കങ്ങനെ സ്മെല്ല് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും പല്ലികൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനതാ ഈ സൈഡിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ വന്നിരിക്കലുണ്ട്. സോഫ വലിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും പോയിരിക്കാനുള്ള നോക്കലാണ് അവർ. അപ്പോൾ അവിടെ നിന്നും വരണ്ടാന്ന് എഴുതിയിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ചുമലിലൊക്കെ മൊത്തം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളാണ്ട് സോഫ ഇട്ട് കൊടുക്കുമല്ലോ, പിന്നെ അതിൻ്റെ അടിയിൽ വന്ന് വരുമോ എന്നുള്ളത് അറിയില്ലല്ലോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലോക്കിൻ്റെ താഴെയും വന്ന് നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെയൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ, പല്ലികൾ വന്ന് നിന്നിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇതേപോലെ തന്നെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഹാൻഡ് വാഷ് ഇട്ടിട്ട് നമ്മൾ തുടക്കുകയാണെങ്കിൽ വേഗം എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അവിടെ പോവും. അങ്ങനെ ഫുള്ള് തുടച്ചതിന് ശേഷം ഞാനിതാ അതേപോലെ തന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലോക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസത്തിന് അതിൻ്റെ അടിയിലേക്കൊന്നും വരില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ അടുപ്പിച്ചിട്ട് കുറച്ച് ചെയ്ത് കൊടുക്കണം. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ട് ഒരു മാസത്തോളം നമ്മളത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തിന് അങ്ങനെ പല്ലികൾ വരില്ല. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ പല്ലിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക, തുടച്ചെടുക്കുക, തട്ടി കൊടുക്കുക, കൊട്ടി കൊടുക്കുക. അങ്ങനെ നമുക്കിത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളൊരു വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഇത് പല്ലിയെ അടിമുടി ഓടിക്കാം, അതൊക്കെ വെറുതെ പറയാണ്. നമ്മൾ പണി തുടങ്ങുമ്പോൾ സമയം 9 മണി എന്നിട്ടാ. അപ്പോൾ ഞാനെടുത്തപ്പോൾ ഇളകി തോന്നുന്നുണ്ട് കേട്ടോ. ഇനി വേറെ ബാറ്ററി ഒന്ന് ഇട്ട് നോക്കണം. ഇപ്പോഴും 9 മണിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 12:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല നേരമായിട്ടുണ്ട്. പിന്നെ കുറേ സമയം വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളത്.
ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് ഈ ഭാഗത്ത് നോക്കണ്ട, അങ്ങനെ വൃത്തിയായിട്ട് അവിടെ കിടന്നോളും. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചിട്ട് ക്ലീനിങ് ചെയ്യരുത്, ഓരോരോ ഏരിയ നോക്കിയെടുത്തിട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുക്കും മൂലൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടരും ലൈക്ക് ചെയ്യുക, ഹൈപ്പൊക്കെ ചെയ്ത് വെക്കുക. പിന്നെ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയും കണ്ടു വെക്കുക. കാണാത്ത കൂട്ടരുണ്ടെങ്കിൽ കേട്ടോ കമൻസുകളൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ സബ്സ്ക്രൈബിലേക്കും ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാ കൂട്ടർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.